ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സാപ്പ് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന പുതിയ അപ്ഡേഷനുകളാണ് വാട്സാപ്പിൽ വന്നിരിക്കുന്നത്. ഇനി മുതൽ നമുക്ക് വാട്സാപ്പിൽ AI വീഡിയോകളും നമുക്ക് നിർമ്മിച്ചു തുടങ്ങാവുന്നതാണ്. ജിമിനിയും ചാറ്റ് GPTയും പോലുള്ള മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ വീഡിയോകൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ട്. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. എന്നാൽ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വാട്സാപ്പിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേഷൻ പ്രകാരം നമുക്ക് AI വീഡിയോകളൊക്കെ നിർമ്മിക്കാവുന്നതാണ്. നമ്മളൊരു AI വീഡിയോ നിർമ്മിക്കാനായിട്ട് ഏതൊരു പ്ലാറ്റ്ഫോം എടുത്തെന്ന് പറഞ്ഞാലും അതിൽ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് സമയദൈർഘ്യം ലഭിക്കാത്തതാണ്. പല വീഡിയോകൾക്കും പല AI വീഡിയോകൾക്കും സമയദൈർഘ്യം കുറവായിരിക്കും. അത് നമുക്ക് വാട്സാപ്പിൽ നമുക്ക് ആ ഒരു സമയദൈർഘ്യം കുറവാണ്. അപ്പം അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ വീഡിയോകൾ നിർമ്മിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ വാട്സാപ്പിൽ എങ്ങനെ ഒരു AI വീഡിയോ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് AI അനിമേഷൻ വീഡിയോകൾ വാട്സാപ്പിൽ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് വാട്സാപ്പിൽ തന്നെ നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണ് അതനുസരിച്ചുള്ള വീഡിയോകൾ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ ഉപയോഗിച്ചും നമുക്ക് നല്ല അനിമേഷൻ വീഡിയോകളൊക്കെ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ചെറിയ രീതിയിലൊരു പ്രോംപ്റ്റൊക്കെ തയ്യാറാക്കി കൊടുത്താൽ മതിയാകുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാട്സാപ്പിൽ ഒരു AI വീഡിയോ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ വാട്സാപ്പിലെ ഏതെങ്കിലും ഒരു ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ സുഹൃത്തുക്കളുടെ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ആ ലിങ്കിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരുന്നതാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ ഐക്കണുകളും കാണാവുന്നതാണ്. ഒന്നാമത്തത് ഗാലറി, രണ്ടാമത്തത് ക്യാമറ, മൂന്നാമത്തത് ലൊക്കേഷൻ, പിന്നെ കോണ്ടാക്റ്റ്, പിന്നെ ഡോക്യുമെൻറ്റ്, പിന്നെ പോൾ, പിന്നെ ഈവൻറ്റ്, പിന്നെ ലാസ്റ്റ് വരുന്നത് AI ഇമേജസ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ ഇവിടെ AI ഇമേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ AI ഇമേജ് എന്നുള്ളത് ഞാനിവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഈ ഒരു വിൻഡോയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് താഴോട്ട് ഒരുപാട് ടെംപ്ലേറ്റുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ അനിമേഷൻ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ കാണുന്ന ടെംപ്ലേറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് AI വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടിയാൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ടെംപ്ലേറ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ ഈ ഒരു ടെംപ്ലേറ്റുകളൊക്കെ ധാരാളമാണ്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് 2 ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ക്രിയേറ്റ് ഇമേജ് എന്നുള്ളതാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എഡിറ്റ് ഫോട്ടോ എന്നാണ്. നമ്മളിവിടെ ആദ്യം സെലക്ട് ചെയ്യുന്നത് ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ്. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്. നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് ഒരു ഫോട്ടോ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഒരു പ്രോംപ്റ്റ് നമുക്കിവിടെ കൊടുക്കാം. ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. പ്ലീസ് പ്രിപ്പയർ എ ഫോട്ടോ ഓഫ് എ മലയാളി ഗേൾ എന്ന ഒരു പ്രോംപ്റ്റാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ആ പ്രോംപ്റ്റ് അനുസരിച്ച് ഒരു ഫോട്ടോ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഇങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള അനിമേഷൻ കീയിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഒരു ഫോട്ടോ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന റിസൾട്ട് നമുക്കിവിടെ ഒരു ഫോട്ടോയാണ് കിട്ടിയേക്കുന്നത്. 3 ഫോട്ടോയോളം കിട്ടുന്നുണ്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് സെലക്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോഴും അനിമേഷൻ വീഡിയോ ആയിട്ടില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ട് താഴെ 3 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ താഴ്ഭാഗത്തായിട്ട് കാണുന്ന 3 ഓപ്ഷനുകളിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ഫോട്ടോയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ മാറ്റങ്ങൾ വരുത്താനോ ചേഞ്ച് ചെയ്യാനോ ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള 3 ഓപ്ഷനുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തത് എഡിറ്റ് ഓപ്ഷനാണ്. നമുക്ക് ആ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ AI ഫോട്ടോയിനെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ലഭിക്കുന്നത്. നടുക്ക് കാണുന്ന ഒരു ഓപ്ഷനാണ് റീസ്റ്റൈൽ എന്നുള്ള ഒരു ഓപ്ഷൻ. ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ ഒരു ഫോട്ടോയിനെ മറ്റൊരു സ്റ്റൈലിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഓപ്ഷനാണ് അനിമേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എഡിറ്റിങ്ങും റീസ്റ്റൈലിങ്ങും കഴിഞ്ഞ ഫോട്ടോയെ നമുക്ക് അനിമേറ്റ് ചെയ്യാനുള്ള അനിമേഷൻ വീഡിയോ ആക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഞാനിവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. അവിടെ നമുക്ക് ഈ ഒരു ഫോട്ടോയെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനു മുമ്പായിട്ട് ഞാൻ ഈ ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിവിടെ എഡിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാനിവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിവിടെ എഡിറ്റ് ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതോടുകൂടി ഈ ഒരു വിൻഡോയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഫോട്ടോയുടെ താഴ്ഭാഗത്തായിട്ട് 3 ഓപ്ഷനുകൾ കൂടി വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഒന്നാമത്തത് ആഡ്, രണ്ടാമത്തത് റിമൂവ്, മൂന്നാമത്തത് ചേഞ്ച് എന്നീ ഓപ്ഷനുകളാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഈ ഫോട്ടോയിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നമുക്ക് ആഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇവിടെ
ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ആഡ് എന്നുള്ള വാക്ക് ആ ഒരു ബാറിൽ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതിനോടൊപ്പം നമുക്ക് എന്താണ് നമ്മുടെ ഈ ഒരു ഫോട്ടോയിൽ ആഡ് ആകേണ്ടതെന്നുള്ളത് ആ ആഡ് എന്നുള്ള ആ വാക്കിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫോട്ടോയിൽ എന്താണ് ആഡ് ആകേണ്ടത് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ ഫോട്ടോയിൽ എന്താണ് റിമൂവ് ചെയ്യേണ്ടത്, അതിന് റിമൂവ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിമൂവ് എന്നുള്ള വാക്ക് അവിടെ വരും. അതിനോടൊപ്പം തന്നെ റിമൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ നിന്ന് എന്താണോ റിമൂവ് ആകേണ്ടത് അതവിടെ റിമൂവ് ആയി കിട്ടുകയും ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ചേഞ്ച് എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതും നമുക്ക് എന്താണ് ചേഞ്ച് ചെയ്യാനുള്ളത് എന്നുള്ളത്, ആ ഫോട്ടോയിലെ ഏത് ഒബ്ജക്റ്റാണ് നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊന്ന് പ്രോംപ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഫോട്ടോയിലുള്ള ആ ഒരു ഒബ്ജക്റ്റ് ചേഞ്ച് ആയിട്ട് കിട്ടുന്നതാണ്. ഇത്രയുമാണ് എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് വരുന്ന ഓപ്ഷനുകൾ. ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ ഫോട്ടോയിലെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആകുന്നതാണ്. ഇനി നമുക്കൊന്ന് പുറകോട്ട് വരികയാണെങ്കിൽ ഇനിയുള്ളത് റീസ്റ്റൈൽ എന്നുള്ള ഒരു ഓപ്ഷനാണ്. ആ റീസ്റ്റൈൽ എന്നുള്ള ഒരു ഓപ്ഷനും നമ്മൾ ഇതുപോലെയൊക്കെ തന്നെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എഡിറ്റിങ്ങും റീസ്റ്റൈലിങ്ങും എല്ലാം തൃപ്തികരമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള അനിമേറ്റഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വരുന്നതാണ്. ആ ഫോട്ടോയെ അനിമേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് ഇതുപോലെ വാട്സാപ്പിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ഓപ്ഷനുകളും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇങ്ങനെ അനിമേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ നമ്മുടെ വാട്സാപ്പിലേക്ക് ഇതുപോലെ നമുക്കിവിടെ സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും നമുക്ക് വാട്സാപ്പിൽ ആ വീഡിയോ കിട്ടുന്നത്. വാട്സാപ്പിൽ നമ്മൾ AI ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഗാലറിയിൽ നിന്നാണ് നമ്മുടെ ഫോട്ടോ എടുത്ത് അനിമേറ്റഡ് വീഡിയോ ആക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ഈ ഒരു സ്ക്രീൻ ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള എഡിറ്റ് ഫോട്ടോസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഫോണിലുള്ള ഗാലറിയിലുള്ള ഫോട്ടോയിൽ ഏതെങ്കിലും ഒന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോയാണിത്. നമ്മളിവിടെ ആദ്യമേ കാണിച്ചതുപോലെ എഡിറ്റ്, റീസ്റ്റൈല്, അനിമേറ്റഡ് എന്നീ ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നിലവിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുക്കാതിരുന്ന ആ ഒരു ഓപ്ഷനായിട്ടുള്ള റീസ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ ഞാനിവിടെ എടുക്കുകയാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അടുത്തൊരു വിൻഡോയിലേക്ക് വരുന്നതാണ്. നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ വരുന്നതാണ്. നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്ത ഫോട്ടോയ്ക്ക് വിവിധ സ്റ്റൈലിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മുടെ ഫോട്ടോയെ വിവിധ സ്റ്റൈലിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഫീച്ചേർഡ്, സ്റ്റൈല്, മോഡ്സ്, ലൈറ്റ്, കളേഴ്സ്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സബ് കാറ്റഗറി വേറെയുമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഈ ഓരോ സ്റ്റൈലുകളും നിങ്ങൾക്ക് മാറി മാറി നിങ്ങളുടെ ഫോട്ടോയിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം ഈ അനുയോജ്യമായത് ഏതാണോ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അനിമേഷൻ വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അനിമേഷൻ വീഡിയോയിലേക്ക് മാറുന്നതാണ് നമ്മുടെ ഫോട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ എൻ്റെ ഫോട്ടോ അനിമേഷൻ വീഡിയോ ആക്കിയതിന് ശേഷമുള്ള രംഗമാണ്. അപ്പോൾ ഈ വാട്സാപ്പിൽ എങ്ങനെയാണ് AI ഉപയോഗിച്ച് വീഡിയോകൾ, അനിമേഷൻ വീഡിയോകൾ നിർമ്മിക്കുക എന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.